ജയൻജി, നാളെയാണ് റിതം ഓഫ് ദമാമിൻ്റെ സ്ക്രീനിങ്. എന്താണ് ഈ റിതം ഓഫ് ദമാം? എന്താണ് റിതം എന്ന് പറയുന്നതുകൊണ്ടൊരു മ്യൂസിക്കൽ ടച്ച് ഉണ്ട്. വാട്ട് ഈസ് ദമാം? ദമാം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിന് മുമ്പ് എൻ്റെ പേര് ജയൻ, ഞാൻ ഫിലിം മേക്കറാണ്. എൻ്റെ പുതിയ ഫിലിം റിതം ഓഫ് ദമാം ഇവിടെ നാളെ പ്രീമിയർ ചെയ്യുന്നു. നാളെ 11 മണിക്കാണ് മാക്കലിക്സിൽ ആണ് കാണിക്കുന്നത്. ദമാം എന്ന് പറയുന്ന ഒരു പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റാണ്. അത് ആഫ്രിക്കൻ ഡയസ്പോറ എത്നിക് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ, എസ്പെഷ്യലി ഗുജറാത്തിലും കർണാടകത്തിൻ്റെ ചില പ്രദേശങ്ങളിലും ഹൈദരാബാദിലുമൊക്കെ ഈ സിദ്ധി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന അടിമകളുടെ പിന്മുറക്കാരാണ്. ഈ 2-3 തലമുറകളായി അവർ ഇപ്പോൾ ഈ ഗോവൻ സ്ലേവറി എൻഡ് ചെയ്ത ശേഷം അവർ കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊങ്കൺ ഫോറസ്റ്റുകളിലാണ്. അതിന് വളരെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. സ്ലേവറി അബോളിഷൻ ചെയ്ത ശേഷം വേറൊരു പ്രത്യേക തരത്തിലുള്ള പുതിയ സ്ലേവറിയിലേക്ക് ഇവർ റീകണക്ട് ചെയ്യും, റീഇൻസ്ലേവ് ചെയ്യും. അത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം. അപ്പം അങ്ങനെ കൊങ്കൺ വനങ്ങളുടെ ഉള്ളിൽ, അങ്കോള മേഖലകളിൽ, കാർവാർ മേഖലകളിൽ ഉള്ള വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന സിദ്ധി എന്ന് പറയുന്ന വിഭാഗം സത്യത്തിൽ ആഫ്രിക്കയിലെ ബന്തു ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ. ടാൻസാനിയ, ഈസ്റ്റ് ആഫ്രിക്ക എന്നീ മേഖലകളിൽ നിന്ന്, മൊസാംബിക്കിലെ തുറമുഖത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അടിമകളെ ഇവിടെ പോർച്ചുഗീസുകാർ കൊണ്ടത്. അപ്പോൾ ആ ഡയസ്പോറ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. അതിലെ ഒരു സിദ്ധി ബാലൻ അവൻ്റെ കാഴ്ചപ്പാടിലൂടെ വിരിയുന്ന ഒരു കഥയാണ്. ഈ വൈകുന്നേരങ്ങളിൽ അവർ കൂടുന്ന ഈ മ്യൂസിക്കൽ ഇവൻറ്റിൻ്റെ പേരും ദമാം എന്ന്. ഈ ദമാം മ്യൂസിക് അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവരുടെ മ്യൂസിക് ഓഫ് ഹീലിംഗ് ആണ്, മ്യൂസിക് ഓഫ് സെലിബ്രേഷനാണ്, മ്യൂസിക് ഓഫ് മോർണിംഗ് ആണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദമാമും അതിൻ്റെ ചുവടുകളും, ദമാം വെറും ഫോക്ക് സിംഗിങ്ങും പെർക്യൂഷനും മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ടുള്ള ആഫ്രിക്കൻ ചുവടുകൾ കൂടിയാണ്. അപ്പം ഇവരുടെ ഈ സാഗരങ്ങൾ കടന്ന്, ഈ കടലുകൾ താണ്ടി ഈ മനുഷ്യക്കടത്ത് ഏതാണ്ട് 3-4 സെഞ്ചുറികൾ നീണ്ട ഈ മനുഷ്യക്കടത്തിന് ശേഷവും അവരുടെ സ്വത്വം, അവരുടെ ഭാഷ, അവരുടെ റിലീജിയൻ, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഇവരിപ്പം മുസ്ലിം മാസ്റ്റേഴ്സിൻ്റെ അടിമകളായിരുന്നു. അവർ മുസ്ലിം മതം സ്വീകരിക്കേണ്ടി വരികയും ഇപ്പം കൊങ്കൺ പ്രദേശത്തെയും ഉത്തര കന്നഡയിലെയും കരിമ്പ് പാടങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവരുടെ മുതലാളിമാർ എൻസ്ലേവ് ചെയ്ത അടിമകൾ ക്രിസ്ത്യൻ വിഭാഗമായി മാറി. അതോടൊപ്പം തന്നെ ഹിന്ദു ബ്രാഹ്മിൺസ് എൻസ്ലേവ് ചെയ്ത അടിമകൾ ഹിന്ദുക്കളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ഒരു ഡിവിഷൻ, അതിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഡിവിഷനെ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇവരുടെ എല്ലാം പൊതുവായ ഒരു കാര്യം ഈ ദമാമാണ്. ഇവരെല്ലാം കൂട്ടിയെടുക്കുന്ന ദമാമാണ്. ഈ ദമാം അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ ബന്തു ഗോത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചില സവിശേഷമായ പിതൃ ആരാധനയാണ്. അപ്പോൾ അവരെ പിതൃക്കളെ വിളിക്കുന്നതും പിതൃക്കളുടെ ശ്രാദ്ധമൂട്ടുന്നതും മറ്റ് ഹിന്ദു വിഭാഗങ്ങൾ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ എത്നിക് ഗ്രൂപ്പുകൾ ചെയ്യുന്നത് പോലെ പിതൃക്കൾക്ക് ബലിയിട്ട് വർഷത്തിലൊരിക്കൽ മരിച്ചുപോയ ആളുകൾ ഓർക്കുന്നതല്ല. മറിച്ച് ഇവരുടെ പിതൃക്കൾ, ഇവരുടെ മരിച്ചുപോയ പിതൃക്കൾ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ നിരന്തര സാന്നിധ്യമാണ്. ഇവർ ഓരോ വീടുകളിലും സ്വന്തമായിട്ട് കിരയാരൂപം ഉണ്ടാവും. ഈ പിതൃക്കൾക്ക് വേണ്ടി ഒരു മുറിയുണ്ടാവും. ആ മുറിയിൽ ഈ പിതൃക്കളെ കുടിയിരുത്തിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഇതിൻ്റെ റിച്വലുമായി ബന്ധപ്പെട്ട് ഈ ദമാം അറിയുന്നത്. അപ്പം ഈ ജനതയുടെ സ്വത്വത്തിൻ്റെ, അവരുടെ ആത്മാവിഷ്കാരത്തിൻ്റെ, അവരുടെ മൊത്തം ഒരു കളക്റ്റീവ് അഭിലാഷങ്ങളുടെ ഒക്കെ ഒരു 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 സ്രോതസ്സും ഊർജവുമായി വർത്തിക്കുന്നത് ദമാം മ്യൂസിക്കാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് ദമാം മ്യൂസിക് എന്ന് ആയത് ആക്സിഡൻ്റ് അല്ല. വളരെ കൃത്യമായിട്ടുള്ള ഈ സിനിമയുടെ സ്പിരിറ്റ് തന്നെ ദമാമാണ്. So how long it took ഇതിൻ്റെ ഒരു റിസർച്ച്? ഇതിൻ്റെ റിസർച്ച് കുറച്ച് വർഷങ്ങളെടുത്തു. ഇതിൻ്റെ റിസർച്ച് നേരത്തെ ആരംഭിച്ചാണ്. പക്ഷേ ഈ സിനിമ ആരംഭിക്കുന്നത് ഞാൻ കവേർഡ് എസ്കേപ്പ് 2016 പൂർത്തിയാക്കിയ ശേഷം തുടങ്ങിയതാണ്. ഏതാണ്ട് ഇപ്പം 8 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 2024
ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ സജീവമായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായി അവിടെ ജീവിക്കുകയും ഒരു 6 വർഷം 7 വർഷം മുമ്പ് എനിക്ക് കമ്മ്യൂണിറ്റിയായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായി അവിടെ താമസിക്കുകയും അവിടെ ഈ സിദ്ധി കുടുംബങ്ങളോടൊപ്പം അവരുടെ ഇടയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്നൊരു ഒരു കാസ്റ്റ് അതിന് ഇതിൻ്റെ സെൻട്രൽ കാസ്റ്റായിട്ട് ഇപ്പോൾ ഏതാണ്ട് 12-13 വയസ്സായ ഒരു ബാലനാണ്. സോ ഇവനെ ഞാൻ കണ്ടെത്തുമ്പോൾ ഇവന് 6 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഈ സ്ക്രിപ്റ്റും ഇവനോടൊപ്പം വളരുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ ഇതിൻ്റെ ആ ജേർണി, ഫിലിം മേക്കിങ്ങിൻ്റെ ജേർണി ആണ് ഇതിൻ്റെ റിസൾട്ടിനേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഈ ആഫ്രിക്കൻ ഡയസ്പൊറ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എത്നിസിറ്റി എന്ന നിലയിൽ ആ ആളുകളെ അടയാളപ്പെടുത്തുന്ന ആദ്യ ഫിലിമാണിത്. ഇന്ത്യയിലെ ഒരു വളരെ ഡൈവേഴ്സായിട്ടുള്ള ഈ എത്നിക് പാന്തിയോണിൽ അല്ലെങ്കിൽ ഒരു ഈ ഡൈവേഴ്സായിട്ടുള്ള നമ്മുടെ ഈ എത്നിക് രാശിയിൽ റീസെൻ്റായിട്ടുള്ള അടിമ ഇതിന് ആഫ്രിക്കൻ പ്രസൻസ് ഇന്ത്യൻ സബ് കോണ്ടിൽ പണ്ടേ മുതൽ പല രീതിയിലുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ കൊളോണിയൽ സ്ലേവറിയുടെ ഫലമായി ഇവിടെ എത്തപ്പെട്ട ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തപ്പെട്ട ബലമായി ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന ഇവരുടെ ഈ ആളുകളെ അടയാളപ്പെടുത്തുന്ന ആദ്യ ഫിലിമാണ്. അതോടൊപ്പം ആ ലാംഗ്വേജിൽ ഇപ്പോൾ സിദ്ധി ലാംഗ്വേജ് എന്ന് പറയുന്നത് സിദ്ധി ഭാഷ എന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷ കൊങ്കിണിയാണ് എന്നാണ് കൊങ്കിണികളുടെ അവസ്ഥ. അപ്പം കൊങ്കിണി എന്ന് പറയുന്നത് ഗോവൻ മാസ്റ്റേഴ്സിൻ്റെ ഭാഷയാണ്. ആ ഭാഷയെ ഇവർ ഗ്രാബ് ചെയ്ത ശേഷം അവർക്ക് വേണ്ടി അവർ ഓൾട്ടർ ചെയ്യുന്നതാണ്. സാധാരണ സ്ലേവ് സമൂഹങ്ങൾ, ഫോറിനർ സ്ലേവ് സമൂഹങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഹെയ്റ്റിയിലാണ് ഈ ക്രയോള്, ജമൈക്കയിലാണെങ്കിൽ പിജിൻ, പാത്വ, ജമൈക്കൻ പാത്വ, അങ്ങനെ ലോകത്തിൽ ആകമാനം ഇപ്പോൾ ബ്രസീലിലുള്ള പോർച്ചുഗീസുമായിട്ട് മിക്സ് ചെയ്ത്, സ്പാനിഷുമായിട്ട് മിക്സ് ചെയ്ത്, അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ ഗോത്ര ലാംഗ്വേജുകളുമായിട്ടൊക്കെ മിക്സ് ചെയ്ത ക്രയോളുകൾ. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് സിദ്ധി ഭാഷ ഒരു ക്രയോള നിലയിൽ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ഭാഷ എന്ന നിലയിൽ കൊങ്കിണിയിലേക്ക് അത് ടാഗ് ചെയ്യപ്പെടുന്നത്. ഈവൻ അത് ഒപ്രസറുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും സോ വി ഫോഴ്സ് ടു ടാഗ്. പക്ഷേ ഇത് കൊങ്കിണി സിദ്ധി ഡയലക്റ്റാണ്. കൊങ്കിണിക്ക് തന്നെ 10-30 ഡയലക്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. ദിസ് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡയലക്റ്റാണ്. അതോടൊപ്പം വളരെ യുണീക്കായിട്ടുള്ള ഈ സംസ്കാരത്തെ ഇന്ത്യൻ ഈ സാംസ്കാരിക ഭൂമികയിൽ അടയാളപ്പെടുത്തുകൂടിയാണ് ഒരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം ഫ്രം ദ സിദ്ധി പീപ്പിൾ, ദ ഫുൾ കാസ്റ്റ് ഓഫ് സിദ്ധി പീപ്പിൾ. അപ്പം അതൊക്കെയാണ് സിനിമയുടെ പ്രത്യേകതയും. സോ ഹൗ യു മാനേജ് യു ഹാഡ് അസോസിയേറ്റ്സ് വർക്കിംഗ് ഇൻ ഈ ലാംഗ്വേജിൻ്റെ സബ്ടൈറ്റിലൊക്കെ ചെയ്യാൻ? കുറേ കാലം താമസിക്കുന്നതോടുകൂടി അത് പഠിക്കും. കൊങ്കിണിയായിട്ട് മെയിൻ സ്ട്രീം കൊങ്കിണി, പിന്നെ കന്നഡ വേർഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയും മറ്റ് പല ലാംഗ്വേജിനും ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ കാസ്റ്റിംഗ് എങ്ങനെയാണ്? ലൈക്ക് യു ടു പീപ്പിൾ ഫ്രം ദാറ്റ് കമ്മ്യൂണിറ്റി ഉള്ളി ആ കമ്മ്യൂണിറ്റി തന്നെ 1-2 ആക്ടേഴ്സും ചെറിയ തിയേറ്റർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അത് കൂടാതെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഫിലിമിൽ അഭിനയിക്കുന്ന പ്രശസ്തനായ കർണാടക ഫിലിമിലെ കൊമേഡിയനായിട്ടുള്ള പ്രശാന്ത് സിദ്ധി, അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ ഒരു പയനിയർ, ഏതാണ്ട് 80 വയസ്സായ പരശുരാം സിദ്ധി എന്ന് പറയുന്ന തിയേറ്റർ ആർട്ടിസ്റ്റും അദ്ദേഹം ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകള് നടിയാണ്. അവരുടെ കുടുംബത്തിലെല്ലാവരും നടരാണ്. അവർ ഗിരിജ സിദ്ധി ബാംഗ്ലൂർ NSDയിലെ പ്രൊഫസറാണ്. ഷീസ് ഓൾസോ ആക്ടിങ്. അങ്ങനെ പല മേഖലയിലുള്ള മനുഷ്യർ. പക്ഷേ മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ സ്റ്റിൽ ഇൻ ദ ഫോറസ്റ്റ്, ഇൻസൈഡ് ദ ഫോറസ്റ്റ്, റിലേറ്റഡ് ടു ദെയർ മാസ്റ്റേഴ്സ് ലാൻഡ്. അത് വളരെ സ്ട്രേഞ്ചായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോഴും കർണാടകത്തിലെ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തര കർണാടകത്തിലെ ഡീപ്പ് ഫോറസ്റ്റിൽ ഏതാണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇപ്പോൾ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളോണിയൽ സ്ലേവറി അവസാനിച്ച ശേഷം പുതിയ കൈൻഡ് ഓഫ് സ്ലേവറിയിലേക്ക് അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ലേവറിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മില്ലീനിയം, 1.5 മില്ലീനിയം ചരിത്ര പാരമ്പര്യമുള്ള സോ കോൾഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന വളരെ പെർവേഴ്സീവായിട്ടുള്ള ഒരു ടൂൾ ഓഫ് ഓപ്പറേഷനിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ബൈ ഫോഴ്സ് അല്ല, അത് റിച്വൽസിലൂടെയാണ്. ഇൻ എസെൻസ് ഓഫ് ദ വർഷിപ്പ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് മരണം, വിവാഹം, ബെറിയൽ, അതെല്ലാം ബ്രാഹ്മണിക്കൽ ആചാരങ്ങളെ പിന്തുടരുന്ന ആഫ്രിക്കൻ ഹിന്ദു സമൂഹമാണ് സിദ്ധികളിലെ ഹിന്ദുക്കൾ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ മൊബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരാണ് ഏറ്റവും പിന്നോക്കം സിദ്ധി കമ്മ്യൂണിറ്റിയിൽ.
ഈ മുസ്ലിം വിഭാഗങ്ങളിലാണെങ്കിൽ കൂടുതൽ നഗരങ്ങളിലെ കോളനികളിലേക്ക് മാറുന്നത്. അവർ കൂടുതൽ കച്ചവടങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടിയിട്ട് അവർ പല രീതിയിലും സോഷ്യൽ ലാഡറൊന്നും കളയേണ്ടി ചെയ്തില്ലെങ്കിൽ പോലും ദേ ഹാവ് കൈൻഡ് ഓഫ് എ യുണീക്ക് സ്പേസ് ഇൻ ദ സിറ്റീസ്. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഈ ഗോവൻ കാത്തലിക് ആൻഡ് ഇവാഞ്ചലിക്കൽ പാരമ്പര്യത്തിൽ എന്ന് പറയുന്ന ഫണ്ടിങ്ങും അതുപോലെ കൊണ്ട് ചെറിയ തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾക്കുള്ളിൽ ജന്മിയുടെ ഈ ലാൻഡുമായിട്ട് അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രൈമറി സൗകര്യങ്ങൾ, എഡ്യൂക്കേഷനോ ഹെൽത്ത് കെയറിനോ അതുപോലെ തരത്തിലുള്ള എനി തരത്തിലുള്ള മനുഷ്യ വികാസത്തിൻ്റെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ യാതൊരു തരത്തിലുള്ള ടൂൾസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും അതിനോടൊന്നും ആക്സസ് ഇല്ലാത്തൊരു സമൂഹമാണ് ഹിന്ദു സിറ്റിസം. Officially there is 150,000, more than 150,000 people, including Gujarat and Hyderabad and Karnataka. കർണാടകത്തിലാണ് ദിസ് ഓൺലി പർട്ടിക്കുലർ ഹിന്ദു സിറ്റീസ് ഉള്ളത് കർണാടകത്തിലാണ്. മറ്റേ ഇവിടെയുള്ള ജഞ്ചീർ ഐലൻഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഴയ അഹമ്മദനഗറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിൽ വേറെ ഒരു തരത്തിലുള്ള വലിയ പാരമ്പര്യമുണ്ട്. ദാറ്റ് പീപ്പിൾ ആർ മോർ കണക്റ്റഡ് ടു ആഫ്രിക്ക. മുൻപത്തെ സിനിമകളിൽ ലൈക്ക് കാസ്റ്റിസം, ബോഡി പൊളിറ്റിക്സ് ഇതൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് കോമൺ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരൊക്കെ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. സോ ദിസ് ടൈം യു ഹവ് പിക്ഡ് certain community or അങ്ങനെ ആ രീതിയിൽ. സോ വാട്ട് വാസ് ഇൻസ്പിറേഷൻ? അല്ല, ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ഫാർ ഫ്രം അതർ വർക്ക്സ്. എവറി വർക്ക് ഐ ആം ട്രൈങ് ടു examine or investigate on identities, the racial identity, sexual identity, or whatever identity, how it is really constructed and how it is performed and how it is used as a tool of empowerment and tool of oppression at the same time. But this is an intersection of the race and ethnicity and how immediate 2-3 centuries how this people are conditioned to a new kind of tool of oppression, how the social started working so fast and so deep programming. Actually this is also about identities, how these identities are created and how it is constructed and how it is performed. But this film have kind of more intersectional events. So this is the first screening in India? Yeah. Okay. And Africa will Definitely, yeah. Wish you all the best, Jayanji. Around 10-15, the cast will be coming from the forest. Oh. So all the best for tomorrow's screening. Okay. Thank you for having me. Thank you. Thank you so much.